ഹലോ ഗൈസ്, നമ്മുടെ ജി ടി ഫൈയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ ഗൈസ്, നമ്മുടെ ജി ടി ഫൈയുടെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ റേഡിയോസിലും ടി വിസിലും എല്ലാ ന്യൂസിലൊക്കെ അടുത്തതൊരു സുനാമിയുടെ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ നമ്മുടെ വീടൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം ഔട്ട് ബ്രേക്കിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്. അപ്പോൾ കടലിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആ കടലിലുള്ള വെള്ളം ഇവിടേക്ക് അടിച്ചു കയറുന്നതാണ് പറയണേ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരെ എന്തായാലും സമയം എടുക്കും. നമ്മുടെ വീട് പൊക്കത്താണ്, അത് കാരണം കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ വീടൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഡ്രൈവറിനോട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവൻ പെട്ടെന്ന് വെക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവൻ്റെ അവിടെ വരാൻ എന്തായാലും സമയം എടുക്കും. അവൻ്റെ ബീച്ചിൻ്റെ അവിടെയാണ് വീട്, അതായത് അവനെ വിളിച്ച് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഫ്രാങ്ക്ലിനല്ല ഗൈസ്, നമ്മുടെ മൈക്കിളിനെ വിളിച്ചിട്ട് എടുക്കണില്ല. അപ്പൊ നമുക്ക് എന്തായാലും സമയം കിട്ടും മൈക്കിളിന്റെ വീട്ടിലൊന്ന് പോകണം. ഗേസ്, നമ്മുടെ വീടിന്റെ അവിടെ എത്തി. അപ്പൊ നമ്മുടെ വീടിന്റെ അവിടെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഗേസ്, എല്ലാവരും നല്ല തിരക്കിലാണ്, വേഗം പോകാനുള്ള തിരക്കിലാണ്. ഗേസ്, നമ്മളങ്ങനെ വീട്ടിലെത്തി. അപ്പൊ നമ്മുടെ പ്ലാനിങ് എന്താ നമുക്കൊന്ന് പ്ലാൻ ചെയ്ത് നോക്കാം ആദ്യം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ കുറെ നേരത്തെ ശേഷം ആലോചിച്ച് നമ്മളിതേ ഒരു പുതിയൊരു ഐഡിയ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ വീടിന്റെ ചുറ്റും വലിയ വലിയ ബോർഡുകൾ സെറ്റപ്പ് ചെയ്യാനുള്ള ഐഡിയയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കോൺട്രാക്ടിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുറേ നേരം നമ്മൾ ചിന്തിച്ച് ഉണ്ടാക്കിയൊരു ഐഡിയ ആണ്. അപ്പോൾ ഈ നേരെ കൊണ്ട് നമ്മൾ കോൺട്രാക്ടിനെ വിളിച്ച് ആൾ സെറ്റ് ചെയ്ത് തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചുറ്റും ഇവിടെ വലിയ വലിയ ബോർഡറുകൾ വരുന്നതാണ് പറയണത്. അപ്പോൾ അവൻ പറയുന്ന അത്യാവശ്യം എമൗണ്ട് ആണ്, പക്ഷെ നമ്മുടെ വീട് നമുക്ക് സേഫ് ആക്കണ്ടേ. അപ്പോൾ വെള്ളം വരാണ്ട് നമുക്ക് നോക്കണ്ടേ കൈ, അതല്ല നമുക്ക് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും വിഷയമില്ല, നമുക്ക് സെറ്റപ്പ് ചെയ്യാം. അവന് അത്യാവശ്യം പൈസയാണ് പറയണത്. അപ്പോൾ നമ്മളെന്തായാലും കോൺട്രാക്ട് എടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വെള്ളം കയറുന്നതിന് മുമ്പ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മൈക്കിളെടുത്ത് പോയി കാര്യം പറയാം, നമ്മുടെ ഫ്ലഡിന്റെ ഇതിന് പറ്റി. അവനെന്തായാലും അറിഞ്ഞിട്ടില്ല, ഫുൾ ടൈം വീട്ടിലാണ്, പനി പിടിച്ചിരിക്കാന്ന് തോന്നണേ ഗൈസ്. ഫോണൊന്നും അവൻ എടുക്കണില്ല കേട്ടോ, എന്ത് ചെയ്യാൻ ഈ ചക്കനുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും മൈക്കിളുടെ വീട്ടിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, നമ്മുടെ BMW നമ്മുടെ വണ്ടി കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞേക്ക് നമ്മുടെ കമന്റിലിട്ടോട്ടാ, ഞാനെല്ലാം പ്രശ്നം പറയണ പോലെ. പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു പോട്ടാ. ഓക്കെ ഗൈസ്, നമ്മുടെ പറന്നു പോവാണ്. അത്യാവശ്യം റോട്ടിലെ ആൾക്കാർ തിരക്കായിട്ടാണ് തന്നെ പോണേ. വെള്ളത്തിന്റെ ഒരു ക്ഷാമം വരാനുള്ള ചാൻസ് എത്രയും പെട്ടെന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എന്താവും നമുക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം പെട്ടച്ച് വിടാം. നിറച്ച് വണ്ടികളാണ്, വണ്ടിക്ക് സ്ക്രാച്ച് കണ്ടൊക്കെ നോക്കാം, വില കൂടിയ വണ്ടികളല്ലേ. ഇനി ഈ വണ്ടി പ്രളയത്തിൽ പോയാൽ എന്തായാലും ഇൻഷുറൻസ് ഉണ്ട് ഗൈസ്, അതാണ് വലിയ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. കേസ് നമ്മുടെ മൈക്കിളിൻ്റെ അവിടെ എത്തി. നമുക്ക് മൈക്കിളുടെ അടുത്ത് കാര്യം പറയാം. ഓക്കെ, നമ്മളിത് ഗേറ്റൊക്കെ തുറന്ന് വാറിൻ്റെ കൂടി ഇല്ലാന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് എന്തായാലും മൈക്കിളിനെ പുറത്ത് വിളിക്കാം, വിളിച്ചിട്ട് കാര്യം പറയാം. അപ്പോൾ നമുക്ക് എന്തായാലും മൈക്കിളിനെ പുറത്തേക്ക് വിളിക്കാം. അപ്പോൾ അതിന് മുമ്പ് ഇതേ കാറിലാരും അതേ ട്രേസി അല്ലേ ഇത്. ഓക്കെ, ഇതേ ട്രേസിന് എവിടേക്ക് പോകാൻ നിൽക്കണ് ഗൈസ്. ഈ സമയത്ത് ഇത് കറങ്ങാൻ പോകണം തോന്നുന്നത്. പെണ്ണുമ്പിള്ളേക്ക് വേറെ വിചാരില്ലേ, ഇവരെന്ത് അറിയണില്ലേ. ഓക്കെ ഗൈസ്, ട്രേസി കാര്യം മനസ്സിലായി, ട്രേസി വിട്ടടിച്ച് പോയിട്ടാ. അപ്പോൾ മൈക്കിൾ എന്നിട്ടാണാവോ, മൈക്കിൾ അറിഞ്ഞിട്ടുണ്ടാവും തോന്നുന്നു. ട്രേസി എന്തായാലും ഒറ്റയ്ക്കാണ് പോയത്, ഇവിടെ വേറെ വണ്ടിയൊന്നും കാണാനില്ല. മൈക്കിൾ നമ്മുടെ സഹായം വേണ്ടി വരും. ഓക്കെ ഗൈസ്, നമ്മുടെ മൈക്കിൾ വന്നിട്ടുണ്ട്. നമ്മൾ കുറേ നേരം വിളിച്ചിട്ട് മൈക്കിൾ വന്നു. ഓക്കെ ഗൈസ്, നമ്മൾ മൈക്കിളായിട്ട് ഡിസ്കസ് ചെയ്യാൻ എന്തിട്ട് കാര്യം എന്നുള്ളത്. ഓക്കെ ഗൈസ്, നമ്മുടെ മൈക്കിളോട് വരുന്നില്ല എന്ന് പറയണേ. ഓക്കെ ഗൈസ്, നമ്മൾ അവനെ ഇടിച്ചിട്ടുണ്ട്, നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഈ പന്നിയൊക്കെ മുങ്ങി ചാവട്ടെ. ഓക്കെ ഗൈസ്, ഇവനെന്തായാലും തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കാന്ന് തോന്നുന്നു ഗൈസ്. ഇവന്റെ മക്കളെ ഭാര്യയൊക്കെ ഇവന് ഇട്ടിട്ട് പോയി, ഇവൻ മാത്രമേ വീട്ടിലുള്ളൂ. അപ്പൊ ഇവൻ ഭ്രാന്ത് പിടിച്ചിരിക്കാന്ന് പറഞ്ഞ, അപ്പൊ ഇവൻ വരുന്നില്ല എന്ന് പറഞ്ഞ ഗൈസ്. ചാവാണെങ്കിൽ ചാവട്ടെ എന്നുള്ള ഇതിലാണ് അവൻ നിക്കണേ. നമ്മളെത്രയും പറഞ്ഞിട്ട് വിളിച്ചിട്ട് വന്നില്ല. അപ്പൊ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമ്മുടെ കാര്യം നോക്കാം. എന്തായാലും നമ്മുടെ വീട്ടിലിപ്പോ കോൺട്രാക്ടർ ഇപ്പൊ ഒരു ബോർഡൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടാവും തോന്നുന്നു ഈ നേരം കൊണ്ട്. ഓക്കെ, അവർ ഹെലികോപ്റ്ററിലൊക്കെ കൊണ്ട് വേഗം ഫിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞ, പക്ഷെ നല്ല പൈസയാണ് പറഞ്ഞത്. നമ്മളാ പറഞ്ഞ പൈസ നമ്മൾ കൊടുത്തു, നമ്മുടെ ചേട്ടൻ വാതിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് എന്തായാലും നമുക്ക് വിട്ടടിച്ച് പോവാം. എന്തായിരിക്കും സ്ഥിതി. അതിന് മുമ്പ് നമുക്ക് റോട്ടില് ഇവിടെ ഫ്ലഡ് കാണുകയാണെങ്കിൽ നമ്മൾ പെട്ടുട്ടാ. അപ്പൊ നമുക്ക് അതിന് മുമ്പ് നമ്മുടെ ലെസ്റ്ററിന്റെ വീട്ടിലേക്ക് വരാട്ടാ. കേസ്, നമ്മുടെ ലെസ്റ്ററിന്റെ വീട് എവിടെ ഉണ്ടായിരുന്നല്ലോ, ഇതല്ലാന്ന് തോന്നുന്നു കേസ്, അപ്പുറത്താന്ന് തോന്നുന്നു. അപ്പൊ നമ്മളെ ലെസ്റ്ററിന്റെ അടുത്ത് നമുക്ക് എന്താണ് എന്തോരം അടി മുകളില് വെള്ളം വരും നമുക്ക് ചോദിച്ചു നോക്കാട്ടാ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ അതേ ലെസ്റ്ററിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ലെസ്റ്ററിന്റെ അടുത്തേക്ക് പോകാം. എന്നൊരു കാര്യം
അറിയാം. ഇവന്റെ ഇവിടേക്ക് എന്തായാലും വെള്ളം വരില്ല. വെള്ളം വരാണെങ്കിലും ഇവരുടെ അടുത്ത് പോവില്ല, ഉറപ്പാണ് ഗൈസ്. ഗൈസ് നമ്മളങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് ഇടിച്ചിട്ട് നമുക്ക് അങ്ങനെ അടുത്ത് കാര്യം പറയാം എന്താന്നുള്ളതൊക്കെ. ഓക്കെ ഗൈസ്, ഈ പ്രാവശ്യത്തെ വെള്ളം വലിയൊരു വെള്ളമായിരിക്കും എന്നാണ് ഗൈസ് പറയുന്നത്. ഈ വേൾഡിൽ തന്നെ വലിയൊരു വെള്ളപ്പൊക്കം ആയിരിക്കും എന്നാണ് പറയണത്. വലിയൊരു സുനാമി ആയിരിക്കും എന്നാണ് പറയണത് ഗൈസ്. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണേ. നമ്മുടെ ഈ ഭൂമി മൊത്തം വെള്ളം മുങ്ങി പോകുന്നാണ് പറയണേ. ചിലപ്പോ വന്ന് പറയുന്നുണ്ട്. പ്രഡിക്ഷൻ തെറ്റാനും ചാൻസ് ഉണ്ട് ഗൈസ്. എന്തായാലും മഴയായ കാരണം നമ്മുടെ റോഡൊക്കെ തെന്നി നമ്മുടെ വണ്ടി മറഞ്ഞു പോയിട്ടുണ്ട്. സ്പീഡിലും പോകാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഗൈസ്. നമുക്ക് എന്തായാലും വേഗം പോവാം. നമ്മുടെ വണ്ടിയുടെ എന്തായാലും ഒരു പരിവായിട്ടുണ്ട്. ഒന്ന് പണിതിറക്കി സ്റ്റിക്കർ വർക്കൊക്കെ ആയിട്ട് ഇറക്കി മുതലായിരുന്നു ഗൈസ്. അതും പോയി ഗൈസ്. എന്തായാലും നമ്മുടെ വീടിന്റെ അവിടേക്ക് പോവാം. എന്തായാലും നമുക്ക് നോക്കണ്ടേ. ഓക്കെ ഗൈസ്, നമ്മുടെ വണ്ടി നമുക്ക് വേഗം പറപ്പിച്ച് പോട്ടാം നമ്മുടെ വീടിന്റെ അടുത്തേക്ക്. ഓക്കെ ഗൈസ്, നമ്മുടെ കോൺട്രാക്ടർ വന്നിട്ടുണ്ട്. എന്തായാലും സജ്ജീകരണങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും പണി കഴിയാൻ കുറച്ച് ടൈം എടുക്കും തോന്നുന്നു. അവനെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. നമ്മുടെ ഹെലികോപ്റ്ററിലൊക്കെ ലോഡ് ചെയ്തിട്ട് വരാനായിരിക്കും. വലിയ ബോർഡാണ് ഗൈസ്. നമ്മുടെ വീടിന്റെ ചുറ്റും നമ്മൾ ആ ബോർഡർ വെച്ച് നമ്മൾ വെള്ളം സ്റ്റോപ്പ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോ എന്താവുന്നുള്ളതൊക്കെ നോക്കാം. ഓക്കെ ഗൈസ്, നമ്മളിത് കുറെ നേരം ഉറങ്ങിയിട്ട് പണിയൊക്കെ കഴിഞ്ഞു നമ്മുടെ കോൺട്രാക്ട് വിളിച്ചിട്ടുണ്ടായി. അപ്പൊ നമുക്ക് നേരെ മേലെ പോയി നോക്കാം എവിടെ വരെ പണി നടക്കുന്നുള്ളത് ഗൈസ്. നമുക്ക് കുറെ നേരം ഇതൊന്നും വയ്യണ്ടായി. അപ്പോ എന്തോരായി നമുക്കുള്ള നോക്കാം. ഇപ്പൊ എന്തായാലും വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ടാവും തോന്നുന്നു. ഓക്കെ ഗൈസ്, നമ്മുടെ ചുറ്റും നമ്മൾ പറഞ്ഞ പോലെ ബോർഡർ സെറ്റ് ചെയ്തിട്ടിട്ടാ. അപ്പോ നമുക്കിത് സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും മേലെ കൂടെ പോയി. ഓക്കെ ഗൈസ്, നമ്മളിത് വീണ്ടും മേലേക്ക് അങ്ങനെ എത്തിയിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു ഓട്ടുണ്ട്. ഇതിൽ കൂടെ വെള്ളം വരാവോ? അതൊരു പണിയാണ് ഗൈസ്. ഇവരെവിടെ നിന്നാണോ ഇത്ര വലിയ ബോർഡ് കിട്ടിയെന്ന് അറിയില്ല ഗൈസ്. എന്തായാലും നമ്മുടെ കോൺട്രാക്ടിന് നമ്മുടെ പൈസ ബില്ല് പേ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ വീടിന്റെ ചുറ്റും കണ്ട ഇതുപോലെ നമ്മള് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വെള്ളം വരാനുള്ള ചാൻസ് കുറവായിരിക്കും. ആ ഓട്ടേക്കൂടെ ഇനി വെള്ളം വരുമോന്ന് ചോദിച്ചാൽ നമ്മൾ പെടും. ഓക്കെ, കാറുകാർക്കൊന്നും ഇതിൽ കൂടെ മര്യാദയ്ക്ക് പോകാൻ പറ്റണില്ല കേട്ടോ. അത് കണ്ട ഒരു തുള്ളി ഗ്യാപ്പ് പോലും ഇല്ല കേട്ടോ ഗൈസ്. നമ്മുടെ വെള്ളം കയറാനുള്ള ഗ്യാപ്പ് ഇല്ല. ആകെ ഒരു ഓട്ട മാത്രമേ ഉള്ളൂ. ആ ഓട്ടയിൽ കൂടെ എന്തായാലും വെള്ളം കയറില്ല എന്ന് തോന്നുന്നു. ആ ഓട്ടയിൽ കൂടെ വെള്ളം കയറിയാൽ നമ്മുടെ വീട് മൊത്തത്തിൽ മുങ്ങൂട്ടോ. അവിടെ മാത്രം ഇങ്ങനെ വെള്ളം. ഓ ഗൈസ്, ആ ബിൽഡിങ് മൊത്തത്തില് കണ്ടാ സത്യൊരു സീനാണ് ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടെ ഒന്നും വെള്ളം കയറിയിട്ടില്ല. നമ്മുടെ അവിടേക്ക് വെള്ളം കയറിയിട്ടില്ല. എന്തായാലും കയറാണെങ്കിൽ പ്രശ്നമില്ല എന്ന് തോന്നുന്നു. നമ്മുടെ വീടെന്നാലും സേഫാണ്. അപ്പൊ നമുക്ക് എന്തായാലും പുറത്തേക്ക് പോയി നോക്കാം എന്തായി എന്നുള്ളതൊക്കെ. ഓക്കെ ഗൈസ്, നമ്മളിത് വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. എന്നിട്ടാവുന്നോ നമുക്കൊന്നും അറിയില്ല. ഇവിടെ ഒരു വെള്ളം ഉണ്ടാവുന്നൊന്നും അറിയില്ല. നമ്മളെന്തായാലും സേഫാണ്. എന്തായാലും റോഡ് നല്ല നനവുണ്ട്, നല്ല സ്ലിപ്പറി ഉണ്ട്. വണ്ടി സ്കിഡ് ചെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. നമ്മുടെ പിന്നെ BMW ഉള്ള വണ്ടി കാരണം കുഴപ്പമില്ല. നമ്മുടെ പെർഫോമൻസിന് പറ്റിയ വണ്ടിയാണ്. ഓക്കെ ഗൈസ്, നമ്മളിത് റോഡിലെ വണ്ടികളൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. അപ്പൊ അത് നമ്മൾ പറയാൻ പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളെ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യടാ. എന്തുവാടാ, ഒന്ന് സപ്പോർട്ട് ചെയ്യടാ. ഓക്കെ ഗൈസ്, നമ്മുടെ വീഡിയോയിലേക്ക് വരാട്ടാ. അപ്പൊ നമ്മളിത് വണ്ടിയുടെ ഇങ്ങനെ പറപ്പിച്ച് കൊണ്ടിട്ടാ. നമുക്ക് എന്തായാലും നമ്മുടെ കടലിലടയ്ക്ക് പോവാം. എന്താണ് സ്ഥിതി എന്നുള്ളത് അറിയാലോ. ഓക്കെ ഗൈസ്, എന്റെ മോനെ ഇതുവരെ വലിയ പ്രശ്നം തന്നിട്ടില്ല. എന്നാലും തിരമാലകൾ നല്ല അടി അടിക്കുന്നുണ്ട്. നല്ല രീതിയിൽ പൊന്തുന്നുണ്ട്. എന്റെ മോനെ എന്തായാലും സമയം എടുത്ത് പോകുന്നു ഗൈസ്. നമ്മൾ എന്തായാലും പെട്ടെന്ന് നമ്മുടെ വീട് സേഫ് ആക്കിയാൽ കുഴപ്പമില്ല. വരാണെങ്കിൽ തന്നെ നമ്മൾ ഫുൾ സെക്യൂർഡാണ്. ഇനിയിപ്പോ ലെസ്റ്ററിന്റെ നമ്മുടെ ഗവൺമെന്റ് പ്രഡിക്ഷൻ കറക്റ്റ് ആണെന്ന് അറിയില്ല. അത്യാവശ്യം വെള്ളം നല്ല രീതിയിൽ പൊന്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും സോറി ഗൈസ്, നമ്മുടെ ഫ്ലഡ് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, നമുക്ക് വരണത്ത് വെച്ച് കാണാം. അപ്പൊ ഫ്ലഡ് വരാണെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ ഉണ്ടാവില്ല. ഫ്ലഡ് വന്നില്ലെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.